നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ശ്രീം ലക്ഷ്മി മൂർത്തി ഓം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി. സമസ്ത ജനങ്ങളെയും രക്ഷിക്കണേ ഭഗവാനെ, എന്റെ കുടുംബം രക്ഷിക്കണേ ഭഗവാനെ, ക്ഷേത്രം ഉയർത്തി സർവായുഷ്യവും തരണേ ഭഗവാനെ. ലക്ഷ്മി നാരായണമൂർത്തി ഓം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം 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 ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഭഗവാനെ ലക്ഷ്മി നാരായണ ഓം ശ്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓം ക്രീം ക്രീം ശ്രീം ലക്ഷ്മി നാരായണമൂർത്തി ഓ ശ്രീ ലക്ഷ്മി ഓ ഭഗവാനെ ലക്ഷ്മി ദിനവും അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും അതിന്റെ ചരിത്രങ്ങളുമെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പലതവണ എത്തിച്ചതാണ്. ഇന്ന് ആ ക്ഷേത്രത്തിലേക്ക് കൊടിമരത്തിന്റെ അല്ലേ കൊടിമരം പൂജ നടക്കുന്ന ഒരു ചടങ്ങ് നടക്കുക. പക്ഷേ ഇതൊരു വാർത്ത ആകേണ്ട സാഹചര്യം എന്തെന്നാൽ ഈ ഒരു കൊടിമരം അത് ഒരു ഭക്തൻ സംഭാവനയായി നൽകുന്നു. അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. പക്ഷേ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന്റെ 10 ഇരട്ടിയായി ഭഗവാൻ തിരിച്ചു നൽകി എന്ന് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് പുള്ളി ഞാൻ അറിയാതെ തന്നെ എന്റെ അക്കൗണ്ടിൽ. എത്ര രൂപയാണ് അദ്ദേഹം ചെലവഴിക്കുന്നത്? 3,80,000. ഇപ്പോഴാണ് ബാക്കി 3 ലക്ഷം രൂപ കൂടെ പുള്ളി ആവശ്യപ്പെട്ട തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേരെന്താണോ? പവിത്രൻ എന്നാണ്. അത് എവിടെയാണുള്ളത്? പരവൂര് വിറ്റിങ്ങ ക്ഷേത്രത്തിന്റെ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അവിടെ വരുമ്പോൾ? ആവശ്യം ഭഗവാനെ തൊഴുവാനായിട്ട് വന്നാണ്. അവിടെ വന്ന് പുള്ളിയുടെ ആവശ്യം അപ്പോഴമ്മളോട് തൊഴുത് പോയിട്ടാണ് പുള്ളി പറയാൻ പുള്ളിയുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ ഈ കൊടിമരം ചെയ്തു തരും എന്ന് പറഞ്ഞ് പുള്ളി പൈസ കിട്ടും. എന്തായാലും അദ്ദേഹത്തിന്റെ ആവശ്യം നടന്നുകൊണ്ടായിരിക്കും. നടക്കാതെ പിന്നെ ചെയ്യൂ. ഒരാള് ഇത്രയും എമൗണ്ട് ചെലവാക്കണേ അവരെ ആവശ്യം നടക്കാതെ ചെയ്യൂ. ഇവിടെ ഈ ഒരു പൂജാവേളയിൽ 100 കണക്കിന് പരുന്തുകൾ വട്ടമിട്ട് പറക്കുകയും അതിലൊരു പരുന്ത് താഴേക്ക് ഇറങ്ങി വന്ന ഈ തേക്കിൽ തൊട്ടിട്ട് പോകുന്ന കാഴ്ച അത് കൃത്യമായി തന്നെ നമ്മൾ ഇവിടെ കൂടിയവരെല്ലാം കണ്ടതാണ് അല്ലേ? അങ്ങനെ കണ്ടിരുന്നു അല്ലേ? എങ്ങനെയാണ് ഇത് താങ്കളും കണ്ടിരുന്നത്? സ്ഥിരം ഇങ്ങനെ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാണുന്നതാണോ? മിക്കവാറും ഈ പൂജയായി ബന്ധപ്പെട്ട് വരുമ്പോൾ ലക്ഷണം കാണുന്ന രീതിയിൽ പരുന്ത് വരാറുണ്ട്. അങ്ങനെ ഇവിടെയും അതിൽ ഉപരി ഇവിടെ ഒരുപാട് പരുന്തുകൾ ഇവിടെ എത്തപ്പെടുകയും അതിലൊരു പരുന്ത് മരത്തിൽ വന്നിരിക്കുകയും ഉണ്ടായി അല്ലേ? അത് ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, തീർച്ചയായും ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കാണാൻ സാധിച്ചു. ഈ ഞങ്ങള് പലപ്പോഴും ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന്റെ ഈ വിശേഷങ്ങളും അതിന്റെ ചരിത്രങ്ങളും ഒക്കെ വാർത്തയായി ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ഓരോ ദിവസം വരുമ്പോഴും അത്ഭുതങ്ങളുടെ കഥകളാണ് കേൾക്കാറുള്ളത്. താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും ഞാനിവിടെ ഈ പണിയുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അവിടെ ഓരോരുത്തരും അങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വരുന്ന സമയം നമുക്കതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് പല കാര്യങ്ങൾക്കും അവിടെ തോന്നാറ്. താങ്കളുടെ സ്വദേശം എവിടെയാണ്? എന്റെ സ്വദേശം മാന്നാറാണ്. ഈ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അല്ലേ? ശരി, താങ്കളായിരുന്നു ഇതിന്റെ പ്രധാന തച്ചൻ അല്ലേ? എങ്ങനെയാണോ തോന്നുന്നത്? ഇവിടെ പണിയാന്നുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു ഐശ്വര്യം താങ്കളുടെ കുടുംബത്തിന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? എന്തെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയണം. ഓക്കെ, താങ്കൾ ഈ ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട ആളാണ് അല്ലേ? ഇവിടെ എങ്ങനെയാണ് ഒരു അത്ഭുതം നടന്നതെന്ന് പറയുന്നത്? ഒരു നൂറുകണക്കിന് കൃഷ്ണപ്പരുന്തുകൾ വട്ടമിട്ട് പറക്കുകയും അതിലൊരുന്ന് താഴേക്ക് വന്ന് ഈ മരത്തിൽ തൊട്ടിട്ട് പോകുന്ന നമ്മളെല്ലാരും കണ്ടാണ്. എല്ലാവർക്കും അതൊരു ഭക്തിയുടെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. എല്ലാരും കണ്ടത്. ഇതേ കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ ഇദ്ദേഹത്തെ ഞങ്ങൾ എടുത്തു പറഞ്ഞതാണ്. കാര്യം ഇദ്ദേഹം പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, താങ്കൾ എത്ര വർഷമായി ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? 15 വർഷം വന്നു പറഞ്ഞല്ലേ? താങ്കൾക്ക് എന്താണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നടന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്?
എന്റെ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആ. എന്റെ മക്കള് മൂന്നും പഠിച്ച് നല്ല ഇതായി. ആ. മൂത്ത മോൻ സിവിൽ എഞ്ചിനീയർ ആണ്. ആ. രണ്ടാമത്തെ മോൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതൊക്കെ സ്വാഭാവികമായിട്ട് പൈസ ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം. പൈസ ഉണ്ടായില്ല, ഞാൻ കഷ്ടപ്പെടുന്ന എനിക്ക് പൈസ കിടന്ന്. മോള് ബിടെക് അല്ല എംടെക് സെക്കൻഡ് റാങ്ക് ആണ്. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത്. 3 പേർക്ക് ജോലിയാണ്. പൈസ ഉണ്ടെങ്കിൽ റാങ്ക് പോയി മേടിക്കാക്കൂ. ശരി, ഇനി നമുക്ക് ഇതിന്റെ പ്രധാന തച്ചനെ കൂടി കാണണം. അദ്ദേഹത്തിന് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ ഒരു ചടങ്ങിന് വന്നിരിക്കാൻ അല്ലേ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ഇതിനൊക്കെ ചില നിമിത്തങ്ങളുണ്ടല്ലോ, കാര്യം ഇത് ഉളി വെക്കുമ്പോൾ ആ ഒരു പൂള് കമന്ന് വീഴുക, അല്ലെങ്കിൽ അങ്ങനെയാണോ താങ്കൾ അത് കണ്ടത്? ആദ്യ കാലഘട്ടത്തില് അങ്ങനെയുള്ള ചില നിയമങ്ങൾ പാലിച്ചെങ്കിൽ അത് പിൽക്കാലത്ത് അംഗീകരിക്കില്ല. അതായത് വിശ്വാസം കുറഞ്ഞിരുന്നു. എന്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയി, നമുക്കൊന്നും അറിഞ്ഞൂടെ, പാട്ടിന് പോട്ട് എന്ന് പറയുന്ന ഒരു പ്രകൃതം. താങ്കൾക്ക് ശുഭമായുള്ളൂ തോന്നി? ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ പല സ്ഥലത്തും അന്വേഷിച്ച് അത് കിട്ടാതെ വരികയും വളരെ സമീപത്ത് തന്നെ ഇതുണ്ടായിത്തീരുകയും ചെയ്തത് അതൊരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കണം. മാത്രമല്ല, ഉദ്ദേശിക്കപ്പെട്ട അവരൊരു അളവ് പറഞ്ഞിട്ടുണ്ട്. ഒരു നിർമ്മാണം ചെയ്യുന്ന അവസരത്തില് ഉടമയുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. എത്ര കോല് നീളം വേണം എന്നൊരു കാര്യം എൻ്റെ ഉടമ എന്നോട് നേരത്തെ പറഞ്ഞു. അതായത് 11.25 കോല് നീളം വേണം എന്ന് ഒരു നിർദ്ദേശം വെച്ച് ഈ 11.25 കോലിനെ വെച്ചിട്ടുണ്ട്. അതിനൊരു കണക്ക് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഉടമയുടെ അഭിപ്രായമാണ് പ്രാധാന്യം. ഉടമയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ എൻ്റെ തോന്നിയ കണക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് മേശി ചെയ്തില്ല, എനിക്കതൊരു വൈഷമ്യമാണ് എന്ന് എന്നും ആ ഉടമ പറയുന്നത് നമുക്ക് പോരായ്മ. ഇവിടെ എല്ലാം ശുഭം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉടമയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരു കണക്കൊപ്പിച്ച് ഈ കൊടിമരത്തിനുള്ള ഈ വൃക്ഷം അനുയോജ്യമായി കണ്ടതുകൊണ്ട് അവർ വാങ്ങിയത് അതനുസരിച്ച് പൂജ ചെയ്ത്, അതായത് വൃക്ഷശിഖരങ്ങളിലുള്ള താഴെയുള്ള പ്രാണികളുടെ വാസസ്ഥലം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള വാസസ്ഥലം നഷ്ടപ്പെടുമ്പോൾ അവർ ശപിക്കും. അത് നമ്മെ ബാധിക്കുന്നതാണ്. ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യം. താങ്കൾ അനുവാദമൊക്കെ ചോദിച്ചു? അനുവാദമൊക്കെ കൃത്യമായി ചോദിച്ചു? അത് അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഈ പൂജ നടത്തിയിരിക്കുന്നത്. അനുവാദം തന്നോ? തന്നു. അതല്ലേ എന്റെ ആരംഭം കുറിച്ചിരിക്കുകയല്ലേ. ശരി, താങ്കളുടെ പേര് എങ്ങനെയാണ് പേര്? കേത്തങ്കപ്പനാശാരി, ജനതാമുക്ക് വർക്കല. ഓക്കെ, ശരി, സന്തോഷം. എന്തായാലും ശരി, വലിയൊരു ചടങ്ങ് ഇവിടെ, അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് അല്ലേ? താങ്കളുടെ പേര് എങ്ങനെയാണ്? പ്രമോദ് എന്നാണ്. താങ്കളും ഈ ഒരു ചടങ്ങിന് എങ്ങനെയാണ് എത്തിയത്? നമ്മുടെ സ്ഥലമാണത്. നിങ്ങളുടെ സ്ഥലമാണ്? പാരമ്പര്യമായിട്ടുള്ള കുടുംബ സ്ഥലമാണ്. ഇതൊരു തേക്ക് ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് അല്ലേ? അതിന്റെ ഒരു ഐശ്വര്യം എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ. പിന്നീട് എന്താണ് താങ്കൾ ഈ ഒരു ചടങ്ങിന് ഒരുപാട് അത്ഭുതങ്ങൾ പോലെ, കാര്യം എനിക്കത് അത്ഭുതമായിരുന്നു തോന്നിയ കാര്യം, 100 കണക്കിന് പരുന്തുകള് ഇല്ലായിരുന്നു, കാണാൻ കഴിഞ്ഞില്ല. അഡ്വാൻസ് മേടിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. ഇത് അതെ, നമ്മളെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് 100 കണക്കിന് പരുന്തുകള് വട്ടമിട്ട് പറക്കുകയും അതിലൊന്ന് താഴേക്ക് വന്ന്, ഈ താഴേക്ക് പരുന്ത് താഴേക്ക് വരുമ്പോൾ വലിയ ഒരു എന്താണ് ചിറകിന്റെ ഒക്കെ ഭയങ്കര നീളം, നമ്മളൊക്കെ ഭയപ്പെട്ടു പോകുന്ന രീതിയിൽ കാണാൻ പറ്റിയില്ല. ഭയങ്കര കാഴ്ചയായിരുന്നു. തിരുവനന്തപുരത്ത് വരാൻ താമസിച്ചു. എന്തായാലും താങ്കൾ ഈ ക്ഷേത്രത്തിൽ പോകുമല്ലോ, ഇത് ഈ കൊടിമര വാങ്ങുമ്പോൾ ഈ അറിയാൻ കഴിഞ്ഞതും അനുഭവസ്ഥർ പറയുന്നതും ഒക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അത്ഭുതമാണ് ഈ 7 ലക്ഷം രൂപയോളം ചിലവഴിച്ചുകൊണ്ട് ഈ കൊടിമരം അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇത് വാങ്ങിയിരിക്കുന്നത്. എന്തായാലും ആവശ്യങ്ങൾ നടക്കാതെ ഒരാളും ഇത്തരത്തിൽ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ? എന്തായാലും ശരി, ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോടാണ്. ഈ ഒരു വാർത്ത, ഈ ഒരു വിവരം അത് പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ നിങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരണം, വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാര്യം എന്തെന്നാൽ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. ദുഃഖങ്ങൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ, അവർക്ക് ജീവിതം മുന്നോട്ടില്ല എന്ന് വിചാരിച്ച് കഴിയുന്ന, ഓരോ ദിവസവും കണ്ണീരും പിന്നെ സങ്കടങ്ങളുമായി കഴിയുന്ന പ്രേക്ഷകരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നെന്ന് തൊഴുത് നിങ്ങളുടെ സങ്കടങ്ങൾ പറയണം. പരിഹാരമുണ്ടാകുമെന്ന്
നമുക്കുറപ്പാണ്. ആ വരച്ചിട്ട് സെന്റർ നോക്കി. ഭഗവാനെ ലക്ഷ്മീനാരായണ ഭഗവാൻ അവിടെ നിന്ന് എനിക്ക് ഓം ശ്രീം ലക്ഷ്മീനാരായണമൂർത്തേ ഓം ശ്രീം ലക്ഷ്മീനാരായണമൂർത്തേ ഓം ശ്രീം ലക്ഷ്മീനാരായണമൂർത്തേ ലക്ഷ്മീനാരായണമൂർത്തേ ഓം ശ്രീ ലക്ഷ്മീനാരായണമൂർത്തേ ഓം ശ്രീ ലക്ഷ്മീനാരായണമൂർത്തേ. വലത്ത് വെച്ചു, വലത്ത് മൂന്ന് സ്ഥലത്ത് തൊട്ടണ്ടേ? ആ ആ അത് ഇവിടെ പിന്നെ മേശിരി പിടിച്ച് ഇപ്പുറത്തോട്ടാ. ഇവിടെ ഇനി ഫ്രണ്ടിയോ മോനെ കേൾക്കുന്നില്ലേ മോനെ? മേശിരി പിടിച്ച് ഇപ്പുറത്താ. ആ ആ നീ കയറ്റി നിർത്തിയോ? ഓ ഭഗവാനെ ഓം ശ്രീം ലക്ഷ്മീനാരായണമൂർത്തി ഓം ക്രീം ശ്രീ മേശിരി ഉളി അവിടെ കറക്റ്റ് കൈ പിടിച്ചെന്നോ? ആ മതി മതി. ഭഗവാനെ നാമം വിളിച്ചോണ്ട എല്ലാവരും കേട്ടോ. ഓം നമോ ലക്ഷ്മീനാരായണായ നമ ഓം നമോ ലക്ഷ്മീനാരായണായ നമ ഓം നമോ ലക്ഷ്മീനാരായണായ നമ. പാരമ്പര്യ ജ്യോത്സ്യന്മാരാണ്. എൻ്റെ അച്ചാച്ചൻ ബാലൻ ജ്യോത്സ്യൻ, അദ്ദേഹത്തിൻ്റെ ചെറുമോനാണ് ഞാൻ. അച്ചാച്ചനുള്ള സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ അച്ചാച്ചൻ പറഞ്ഞു കൊടുക്കും. അച്ചാച്ചൻ്റെ കാലശേഷം ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം എന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാനത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ കൊടിമരത്തിൻ്റെ ആവശ്യത്തിനുള്ള തേക്ക് മുറിക്കൽ പൂജയും മുറിപ്പുമായിരുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ്. ബുധനാഴ്ചയും രോഹിണി നക്ഷത്രവും തൃതീയ പക്കവും കൂടിയ ഒരു ശുഭദിനം. ഇടവൻ രാശി സമയം ഈ പൂജകൾ നടത്തി ഈ തേക്ക് മുറിക്കാനുള്ള ഒരു സമയം ഞാൻ കുറിച്ചു കൊടുത്തു. അത് സംബന്ധിച്ച് ഇത് ചടങ്ങുകൾ കഴിഞ്ഞു. നല്ലൊരു ഐശ്വര്യം എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ്. ഇവിടെ ഇന്ന് മല മുറിക്കലിൻ്റെ വൃക്ഷത്തിൻ്റെ അനുമതി വാങ്ങുന്ന പൂജയും സംബന്ധമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയാണ്. എല്ലാം കൊണ്ടും വളരെ ഭംഗിയായും വളരെ ഈശ്വരാധീനമുള്ള ഒരു മുഹൂർത്തമാണ് നമ്മളത് ചെയ്തതെന്ന് തോന്നുന്നു. പൂജകളും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ മരം മുറിക്കലിൻ്റെ പൂള് വീഴുന്ന ലക്ഷണം, അത് മലന്നാണ് വീഴുന്നതെങ്കിൽ ശുഭവും കമന്നാണ് വീഴുന്നതെങ്കിൽ അല്പം പ്രശ്നവും ഉള്ളതായിട്ടാണ് പ്രത്യശാസ്ത്രത്തിൽ പറയുന്നത്. ഇവിടെ പൂർവാധികം ഭംഗിയായി മലന്ന് തന്നെയാണ് ആ പൂള് വീണത്. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ ഒരു ലക്ഷണമാണ് നമുക്ക് കിട്ടിയത്. ഭഗവാന്റെ പരിപൂർണമായ ഒരു അനുഗ്രഹം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണപ്പരുന്ത്, ഒരെണ്ണമല്ല നിരവധി കൃഷ്ണപ്പരുന്തുകൾ ഈ മരത്തിന് വട്ടമിട്ട് പറക്കുകയും ആ ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം നമുക്ക് നേരിട്ട് കാണിക്കുകയും ചെയ്തു എന്നുള്ളതൊരു വളരെ പ്രത്യേകതയാണ്. എന്തു തന്നെയായാലും നിരവധി സാധാരണക്കാരുടെ ജീവമാർഗത്തിന് വഴിയായ ജ്യോതിസായ ലക്ഷ്മി നാരായണന്റെ ഈ അമ്പലം ചൈതന്യവത്താണെന്നുള്ളതിൽ പ്രത്യക്ഷമായ നിരവധി തെളിവുകളാണ് നമ്മൾ കാണുന്നത്. എല്ലാം ഈശ്വരന്റെ ഒരു കാരുണ്യവും അനുഗ്രഹവും. ഇവിടെ വന്ന് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പദസ്പർശം ഏൽക്കുമ്പോൾ തന്നെ അവർക്കും അവരുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന ചൈതന്യം ഓരോ വ്യക്തികളും ഓരോ ഭക്തരും നമ്മുടെ അടുത്ത് നേരിട്ട് പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഓരോ പൂജകൾ നടത്തുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടാകുന്നത്, എനിക്കുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഭക്തരിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്, അതിശയമാണ്. അത് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് നേരിട്ട് അനുഭവിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഭഗവാന്റെ സാന്നിധ്യവും കാരുണ്യവും നേരിട്ട് അനുഭവിക്കാൻ ഒരു മാർഗമുണ്ടാകട്ടെ, ഒരു സമയം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അമ്മ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ അമ്മ നട്ടു വളർത്തിയ തേക്കാണോ? ഇങ്ങനെയാണ് അതോ വാങ്ങിയപ്പോഴേ ഉള്ളതാണോ? അല്ല, നട്ടു വളർത്തിയതാണ്. നട്ടു വളർത്തിയാണ്. അതൊരു ക്ഷേത്രത്തിലേക്ക് ഒരു കൊടിമരമായി പോകുന്നു. അതിന് വളരെ സന്തോഷമാണ്. സന്തോഷമാണ്. എന്നുവെച്ചാൽ പരുന്ത് താഴെ വരുമ്പോഴും അതിന്റെ ചിറകുകളൊക്കെ വലിയ, നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ അത്ഭുതങ്ങളാണെന്നൊക്കെ. പക്ഷെ ഇത് വെറുതെ പറയുന്നതല്ല, കാര്യം നമ്മളത് കണ്ട കാഴ്ചയാണ്. നമുക്ക് തന്നെ അത്ഭുതമായി പോയി. നമുക്കത് പെട്ടെന്ന് നമുക്കെടുത്ത് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അതിന്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ചിത്രീകരിച്ച് അതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അമ്മയ്ക്ക് സന്തോഷമാണല്ലോ അല്ലെ? സന്തോഷം തന്നെ, വളരെ സന്തോഷം. അമ്മയുടെ പേരെങ്ങനെയാണ്?
പേര് പ്രശോഭനകുമാരി. അമ്മ എന്ത് ചെയ്യുന്നു? ഞാൻ അടുക്കള ജോലിയുണ്ട്. മക്കൾക്കൊക്കെ ജോലിയുണ്ട്? മക്കൾക്ക് 3 പേർക്ക് ജോലിയുണ്ട്. അവരെയൊക്കെ പഠിപ്പിച്ച് ജോലിയാക്കി? 3 പേരും കല്യാണം കഴിച്ചു. ശരി.